ഹലോ, കഴിഞ്ഞ ക്ലാസ്സിൽ ദൈവത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ചാണല്ലോ നമ്മൾ പഠിച്ചത് അല്ലേ? അതിൽ നമ്മൾ ആദ്യത്തെ ദിവസവും പഠിച്ചു, രണ്ടാമത്തെ ദിവസവും പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മൂന്നാമത്തെ ദിവസവും നാലാമത്തെ ദിവസവുമാണ്. ആദ്യത്തെ ദിവസം ദൈവം പകലും രാത്രിയും ഉണ്ടാക്കി. രണ്ടാമത്തെ ദിവസം ദൈവം വെള്ളത്തിനെ വേർതിരിച്ച് ആകാശവും അതേപോലെ ഭൂമിയിലെ വെള്ളവും തമ്മിൽ വേർതിരിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മൂന്നാമത്തെ ദിവസത്തെ കുറിച്ചാണ്. അങ്ങനെ മൂന്നാം ദിവസം ദൈവം ആകാശത്തിന് കീഴിലുള്ള വെള്ളം ഒരു സ്ഥലത്ത് കൂടട്ടെ, ഉണങ്ങിയ നിലം കാണട്ടെ എന്ന് കൽപ്പിച്ചു. അങ്ങനെ സമ്മതിച്ചു. ഉണങ്ങിയ നിലത്തിന് ദൈവം ഭൂമി എന്ന്, വെള്ളത്തിൻ്റെ കൂട്ടത്തിന് സമുദ്രമെന്നും പേരിട്ടു. നല്ലത് എന്ന് ദൈവം കണ്ടു. ഭൂമിയിൽ നിന്ന് പുല്ലും വിത്തുള്ള സസ്യങ്ങളും ഭൂമിയിൽ അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മരങ്ങളും മുളച്ചു വരട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. ഭൂമിയിൽ നിന്ന് പുല്ല്, അതത് തരത്തിലുള്ള വിത്തുകളുള്ള നല്ല ഫലങ്ങളൊക്കെയുള്ള വൃക്ഷങ്ങളൊക്കെ മുളച്ചു വന്നു. നല്ലത് എന്ന് ദൈവം കണ്ടു. മൂന്നാം ദിവസമായി. അങ്ങനെ നാലാം ദിവസം പകലും രാവും തമ്മിൽ വേർതിരിപ്പാൻ ആകാശവിതാനത്തിൽ വെളിച്ചങ്ങൾ ഉണ്ടാകട്ടെ. അവ അടയാളങ്ങളായും കാലം, ദിവസം, സംവത്സരം എന്നിവ തിരിച്ചറിയാനുമായി ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു. ഭൂമിയെ പ്രകാശിപ്പിക്കാൻ ആകാശവിതാനത്തിൽ അവ വെളിച്ചങ്ങളായിരിക്കട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. പകൽ വാഴേണ്ടതിന് വലിപ്പമേറിയ വെളിച്ചവും, അതായത് സൂര്യനെ, രാത്രി വാഴേണ്ടതിന് വലിപ്പം കുറഞ്ഞ വെളിച്ചവും, അതായത് ആരാ? നമ്മുടെ മൂണിനെ അല്ലേ? അങ്ങനെ രണ്ട് വെളിച്ചങ്ങളെ ദൈവം ഉണ്ടാക്കി. പിന്നെയോ നക്ഷത്രം ദൈവം ഉണ്ടാക്കി. അങ്ങനെ ചന്ദ്രനും നക്ഷത്രങ്ങളും അതേപോലെ സൂര്യനെയും ദൈവം ഉണ്ടാക്കി. ഭൂമിയെ പ്രകാശിപ്പിക്കാനും പകലും രാത്രിയും വാഴുവാനും വെളിച്ചത്തെയും ഇരുളിനെയും തമ്മിൽ വേർതിരിപ്പാനുമായി ദൈവം അവയെ ആകാശവിതാനത്തിൽ നിർത്തി. അങ്ങനെ നാലാം ദിവസം ആയി.